ഒരു ഭൂപടത്തിൽ പേന കൊണ്ട് വരച്ചിട്ട വെറും 9 ചെറിയ വരകൾ. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ആ വരകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ എണ്ണശേഖരമാണ്. ലോക വ്യാപാരത്തിന്റെ 1/3 പോലും നിയന്ത്രിക്കാൻ പോകുന്ന കൃത്യമായ തന്ത്രങ്ങളാണ്. എല്ലാത്തിനും ഉപരിയായി ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് വരെ തള്ളിവിടാൻ ശേഷിയുള്ള വൻ ശക്തികളുടെ പടയൊരുക്കമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും അപകടകരമായ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതാണ്. ചൈന തങ്ങളുടെ ഒഫീഷ്യൽ ഭൂപടത്തിൽ ദക്ഷിണ ചൈന കടലിന് കുറുകെ വരച്ചു ചേർത്ത 9-9 അഥവാ 9 വരകൾ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചെറുതല്ല. വൻ ശക്തിയായ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് ചൈനയുടെ അതിർത്തിയിൽ വന്ന് തമ്പടിക്കേണ്ടി വരുന്നതും ഏഷ്യയിലെ ചെറു രാജ്യങ്ങൾക്ക് ചൈനയുടെ കടുത്ത ഭീഷണിക്ക് മുന്നിൽ ഭയന്നു നിൽക്കേണ്ടി വരുന്നതും എന്തുകൊണ്ടാണ്? ഈ 9 വരകൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. ഭൂപടത്തിലെ 9 ചെറിയ വരകൾ ലോകത്തിലെ ഏറ്റവും വലിയ തർക്കങ്ങൾക്ക് കാരണമാകുമെന്ന് ആരെങ്കിലും കരുതുമോ? എന്നാൽ ആഗോളതലത്തിൽ ഇന്ന് രാജ്യാന്തര മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദക്ഷിണ ചൈന കടലിനെ കുറിച്ചും അവിടെ ചൈന വരച്ചു ചേർത്ത 9 വരകൾ അഥവാ 9-9 ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കുറിച്ചുമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ 9 വരകൾ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ലോകശക്തികൾക്കിടയിൽ ഇത്രയധികം സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു വശത്ത് ചൈനയും മറുവശത്ത് ഫിലിപ്പീൻസ്, വിയറ്റ്നാം, മലേഷ്യ, തായ്വാൻ, ബ്രൂണൈ തുടങ്ങിയ അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ഈ തർക്കം കേവലം അതിർത്തി തർക്കം മാത്രമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പ്രശ്നത്തിന്റെ കാതൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ദക്ഷിണ ചൈന കടലിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിയണം. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ഈ കടൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണ്. ആഗോള വ്യാപാരത്തിന്റെ 1/3 നടക്കുന്നത് ഈ കടലിലൂടെയാണ്. അതായത് കോടിക്കണക്കിന് രൂപയുടെ ചരക്കു നീക്കം ദിവസേന ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇതിലുപരിയായി ഈ കടലിന്റെ അടിത്തട്ടിൽ കോടിക്കണക്കിന് ബാരൽ എണ്ണയും പ്രകൃതിവാതക ശേഖരവും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന മേഖല കൂടിയാണിത്. ഇത്രയധികം സാമ്പത്തിക തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ഏതൊരു ശക്തിയും ആഗ്രഹിക്കുമെന്നത് സ്വാഭാവികം മാത്രമാണ്. ഇവിടെയാണ് ചൈന തങ്ങളുടെ ചരിത്രപരമായ അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നത്. അങ്ങനെയാണ് ഈ 9 വരകൾ പിറവിയെടുക്കുന്നത്. ചൈനയുടെ ഈ അവകാശവാദത്തിന്റെ ആകെ തുകയാണ് 9 വരകൾ എന്നത്. ചൈനയുടെ ഭൂപടം ശ്രദ്ധിച്ചാൽ ദക്ഷിണ ചൈന കടലിൽ യു ആകൃതിയിൽ 9 ചെറിയ വരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ വരകൾക്കുള്ളിൽ വരുന്ന ഏതാണ്ട് 80 മുതൽ 90% വരെയുള്ള കടൽ ഭാഗവും ദ്വീപുകളും തങ്ങളുടേതാണെന്നാണ് ചൈന വാദിക്കുന്നത്. സ്പ്രാറ്റ്ലി ദ്വീപുകൾ തുടങ്ങിയ 100 കണക്കിന് ചെറിയ ദ്വീപുകളും മണൽത്തിട്ടകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ വരകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും തങ്ങളുടെ സ്വന്തം സാമ്പത്തിക മേഖലയിലേക്ക് ചൈന അതിക്രമിച്ച് കയറുകയാണെന്നുമാണ് അയൽ രാജ്യങ്ങൾ അവകാശപ്പെടുന്നത്. ഈ തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം 1940കളുടെ അവസാനത്തിലാണ് ചൈന ആദ്യമായി ഇത്തരമൊരു ഭൂപടം പുറത്തിറക്കുന്നത്. അന്ന് 11 വരകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1950കളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത് 9 വരകളാക്കി ചുരുക്കി. ഈ പ്രദേശങ്ങളിലെല്ലാം പണ്ടുകാലം മുതൽക്കേ ചൈനീസ് മത്സ്യത്തൊഴിലാളികൾ പോകാറുണ്ടായിരുന്നുവെന്നും ചരിത്രപരമായി ഇത് ചൈനയുടെ ഭാഗമാണെന്നുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. എന്നാൽ കടലിലെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര സഭയുടെ രാജ്യാന്തര നിയമമായ അൺക്ലോസ്, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ ദ ലോ ഓഫ് ദ സീ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഭാഗം മാത്രമേ അവരുടെ പ്രത്യേക സാമ്പത്തിക മേഖലയായി കണക്കാക്കാൻ കഴിയൂ. ചൈനയുടെ 9 വരകളാകട്ടെ മറ്റു രാജ്യങ്ങളുടെ തീരത്തോട് വളരെ അടുത്താണ് കിടക്കുന്നത്. നിയമപരമായ ഈ വൈരുദ്ധ്യം ഒടുവിൽ ഒരു വലിയ രാജ്യാന്തര കോടതി വിധിയിലേക്ക് വരെ കാര്യങ്ങളെ എത്തിക്കുകയുണ്ടായി. ചൈനയുടെ ഇത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ 2013 ഫിലിപ്പീൻസ് ഹേഗിലെ അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചു. തുടർന്ന് 2016 കോടതി ഈ വിഷയത്തിൽ ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ചൈന ഉന്നയിക്കുന്ന 9 വരകൾക്ക് യാതൊരുവിധ നിയമപരമായോ ചരിത്രപരമായോ ഉള്ള അടിസ്ഥാനം ഇല്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഈ അവകാശവാദങ്ങൾ അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും കടൽ അതിർത്തിയെയും ലംഘിക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ ഈ രാജ്യാന്തര കോടതി വിധിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് പിന്നീട് ചൈന സ്വീകരിച്ചത്. ആ വിധി തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്ന ചൈന തർക്ക പ്രദേശങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം മുൻപത്തേക്കാൾ ശക്തമാക്കുകയാണ് പിന്നീട് ചെയ്തത്.
കോടതി വിധിയെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പൂർണ്ണമായി അവഗണിക്കുക മാത്രമല്ല ചൈന ചെയ്തത്, മറിച്ച് അതിനുശേഷം ഈ തർക്ക പ്രദേശങ്ങളിൽ വൻതോതിലുള്ള സൈനികവൽക്കരണമാണ് അവർ നടത്തി വരുന്നത്. കടലിലെ വളരെ ചെറിയ മണൽത്തിട്ടകളും പവിഴപ്പുറ്റുകളും പാറക്കെട്ടുകളും പോലും കൃത്രിമമായി മണ്ണും മണലും അടിച്ച് വലിപ്പം കൂട്ടി അവയെ പൂർണ്ണ സജ്ജമായ മനുഷ്യനിർമ്മിത ദ്വീപുകളാക്കി മാറ്റാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. വെറും കടൽ തിട്ടകളായിരുന്ന പല ഭാഗങ്ങളും ഇന്ന് ചൈനയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളാണ്. ഈ കൃത്രിമ ദ്വീപുകളിൽ ചൈന വൻതോതിൽ അത്യാധുനിക സൈനിക ബങ്കറുകളും യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്ന റൺവേകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും വൻതോതിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ദക്ഷിണ ചൈന കടലിലൂടെയും അതിന്റെ മുകളിലൂടെയും കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും വിമാനങ്ങളെയും പൂർണ്ണമായും നിരീക്ഷിക്കാനും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനും ചൈനയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് ഈ മേഖലയിൽ സാധാരണ പട്രോളിംഗ് മാത്രം നടത്തിയിരുന്ന ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ഇന്ന് നിരന്തരം ഇവിടെ യുദ്ധസമാനമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലകളിൽ ജോലി ചെയ്യുന്ന ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളെയും ചൈനീസ് കപ്പലുകൾ ശക്തമായ ജലപീരങ്കികൾ ഉപയോഗിച്ചും മറ്റും ആട്ടിയോടിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഇന്ന് കടലിലെ സ്ഥിരമായ ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു. ഈ പ്രശ്നം കേവലം ഏഷ്യയിലെ ചില അയൽ രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ആഗോള ഗൗരവം. ചൈനയുടെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ അമേരിക്ക പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള ശക്തികൾ ഇന്ന് ഈ വിഷയത്തിൽ നേരിട്ടും അല്ലാതെയും ഇടപെടുന്നുണ്ട്. ദക്ഷിണ ചൈന കടൽ എന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ സ്വന്തം സ്വത്തല്ലെന്നും അത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണെന്നുമാണ് അമേരിക്കയുടെ ശക്തമായ നിലപാട്. അതുകൊണ്ട് തന്നെ അവിടെ നാവിക സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉറപ്പാക്കേണ്ടത് ആഗോള വ്യാപാരത്തിന്റെ സുഗമമായ ഒഴുക്കിന് അത്യാവശ്യമാണെന്ന് അമേരിക്ക വാദിക്കുന്നു. ഈ അവകാശവാദം വെറും വാക്കുകളിൽ ഒതുക്കാതെ തങ്ങളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും ഈ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ കടത്തിവിട്ട് ചൈനയുടെ മൂക്കിന് താഴെ അമേരിക്ക പതിവായി സൈനിക നിരീക്ഷണങ്ങളും സംയുക്ത യുദ്ധാഭ്യാസങ്ങളും നടത്താറുണ്ട്. അമേരിക്കയുടെ ഈ വെല്ലുവിളി ചൈനയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. തങ്ങൾ പരമാധികാരം അവകാശപ്പെടുന്ന ഒരു കടൽ മേഖലയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യം കടന്നു കയറുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലായും പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റവുമായാണ് ബീജിംഗ് വിലയിരുത്തുന്നത്. ഇത് പലപ്പോഴും ഇരു വിഭാഗത്തിന്റെയും യുദ്ധക്കപ്പലുകൾ നേർക്കുനേർ വരുന്ന അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പുറമെ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യം ഈ മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. ചൈനയുടെ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത്യാധുനിക ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ നൽകി ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ പിന്തുണ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും തടസ്സമില്ലാത്ത കപ്പൽ ഗതാഗതവും ഈ രാജ്യങ്ങളുടെ എല്ലാം സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ ദക്ഷിണ ചൈന കടലിലെ ഈ 9 വരകൾ എന്നത് വെറും ഒരു ഭൂപടത്തിലെ അടയാളപ്പെടുത്തലല്ല, മറിച്ച് ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന അത്രയ്ക്കും സ്ഫോടനാത്മകമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യമാണ്. ചൈന തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സൈനിക ശക്തി ഉപയോഗിച്ച് ഭീഷണിയിലൂടെയും കടന്നുകയറ്റത്തിലൂടെയും ഈ തന്ത്രപ്രധാനമായ മേഖല പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും പരമാധികാരത്തിന്റെയും സംരക്ഷണത്തിനായി ചെറു രാജ്യങ്ങളും മറ്റാഗോള ശക്തികളും ഒന്നിച്ചണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകത്തിലെ വൻ ശക്തികൾ ആയുധബലവുമായി നേർക്കുനേർ നിൽക്കുന്ന ഈ കടലിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു ചെറിയ സൈനിക പ്രകോപനമോ ഉണ്ടായാൽ പോലും അത് വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറാം. ചർച്ചകളിലൂടെയും രാജ്യാന്തര നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഈ തർക്കത്തിന് അടിയന്തരമായി ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് ആഗോള വ്യാപാര ശൃംഖലയെ തകർക്കുകയും ലോക സമാധാനത്തെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ദക്ഷിണ ചൈന കടലിലെ ഓളങ്ങൾ എങ്ങോട്ടാണ് തിരിയുക എന്നും അത് ലോക രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും രാജ്യാന്തര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.